ആ വീടിപ്പോ പോട്ടോ, ആ വീടിപ്പോ പോവേ, ആ വീടിപ്പോ പോവും, ലൈവാണ്. അല്ല ഇത് ക്ലബിന്റെ അതിലെ കൂടെയാണല്ലോ തിരിഞ്ഞിക്കണേ, ക്ലബിന്റെ അതിലെ കൂടെ. അതാ ക്യാൻറ്റീൻ ക്ലബ് അവിടെ ആ ഒരു മരം മാത്രം അവിടെ ഇല്ലേ. അതിന് പേടിച്ചിട്ടുള്ളൂ കൂടി. മാറിക്കോ അബ്ബോ, മാറിക്കോ, വീട്ടിന്ന് പുറത്ത് പോ, ബാക്ക് പോ. അല്ലോ നമ്മളെ ജീവിതത്തിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ, അനുഭവിച്ചു. ഞാനും ചൂടണ്ട കണ്ടിട്ട് പറയണ്ട. ഇതൊക്കെ ഇതാരോ വീഴാണ്. മറ്റേ ഷീറ്റ് ഉണ്ടില്ലേ മേലിന്ന് വരട്ടെ, ആളുണ്ടോ? അത് പോയി നല്ല സൗണ്ട് കേട്ടിട്ടുണ്ട്. ആ വീട്ടല്ല എന്നാലും ചെടി മൊത്തം പോയി കേട്ടോ. ക്യാൻറ്റീൻ്റെ അടുത്ത് ഇരിക്കാൻ തുടങ്ങിട്ടോ. ക്യാൻറ്റീന് പോയിട്ടില്ല. ക്യാൻറ്റീൻ അമ്പലൊക്കെ പോയി. ഇത് രണ്ട് പോയടാ. ഏത് അതിപ്പോ അതിലാണ് വന്നിക്കണേ അല്ലേ. എവിടെ അതെവിടെ അപ്പുറത്തില്ലേ? അതാ ഇതാ കാണുന്നു. ഞാൻ കണ്ടു. അതാക്കണേ, അതാണ് അപ്പുറത്തെ. അപ്പൊ അതാക്കര ഇതൊക്കെ ഇതിൽ വന്ന് വലിച്ചു വന്നതാട്ടോ. അങ്ങോട്ട് വിടൂലേ, അത് വിടൂലാക്കണേ. ആ പൊട്ടാണ്. ഇതാണ് പൊട്ടിയ സ്ഥലം കേട്ടോ. പൊട്ടിയ സ്ഥലമല്ല, പൊട്ടി വന്ന് മുകളിൽ നിന്ന് മേപ്പാടി എന്ന് പറഞ്ഞാൽ ഇതാകെ നേരം നിൽക്കണം. ഇവിടെ ഒരുപാട് കഷ്ടപ്പാടാണ് ഇവരെ ഓരോരുത്തർ. ഭയങ്കര കഷ്ടതയാർന്ന ജീവിതമാണ് ഇവരുത്. സങ്കടം തോന്നും എല്ലാവരും കണ്ടാൽ. ഓരോരോ വീടുകൾ ഇപ്പോൾ ചളി നിറഞ്ഞ് ഭയങ്കരമായിട്ട് ചളി നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണിത്. ആ മുകളിൽ കാണുന്നുണ്ട് ചെറിയൊരു പൊട്ട്. ഇതിൽ കാണുമെന്നാവോ? അതാ കാണുന്നുണ്ടല്ലോ. അവിടെയാണ് അവർക്ക് ആളെ വിടണില്ല. അപ്പോൾ അവിടെയാണ് ഒന്നായിട്ട് പൊട്ടിയിട്ടുള്ളത്. അവിടുന്ന് പൊട്ടിയിട്ടാണ് അപ്പുറത്ത് ഭയങ്കരമായിട്ട് നാശം സംഭവിച്ചു. ഓരോരോ വീടുകളൊക്കെ പറ്റ പോയിട്ടുണ്ട്. ഇത്രേ ഇവിടുന്ന് കാണുന്നുള്ളൂ. ഇവിടെ സംഭവം
കിട്ടിയ ഇത് 2 പുഴ. അതിൽ ആ ഒഴുകണ വെള്ളം ഇതിലൊഴുകണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇതേപോലെ വെള്ളം അതിനകത്തും 2 കിടക്കണം. ഇത് ഞങ്ങളെ പിന്നെ ഓട്ടോറിക്ഷയും ബൈക്കും പോകും. ആ തിരക്കത്തിൽ പോയതാണ്. മരം പോയിട്ടാണ് ചെന്ന് അതൊക്കെ പറ അടിച്ചാണ്. മരം ഇവിടെ കുറെ വണ്ടികൾ കുറെ വണ്ടികളൊക്കെ ഒരിച്ച അപ്പുറത്ത് പുറത്തേക്കും മറിഞ്ഞു. ഓടിട്ടത് ഇത് കൊടുത്തത് ആ പോയി. പിന്നെ അതൊക്കെ വണ്ടികളും വരാതെ പിള്ളേർക്ക് നന്നായിട്ടില്ല. അത് നമുക്ക് ഇവിടെ പാവണ്ട വീട്ടിലെ പോയിട്ട് കുറച്ച് ദൂരമുണ്ട്. ഇനിയിപ്പോ നമ്മള് ബോട്ടിൽ പോയിട്ട് അവിടെ വിടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ആൾക്കാർ ഇവിടെ പിന്നെ നന്നാക്കാനൊക്കെ ആൾക്കാർ അങ്ങോട്ട് വന്ന ആൾക്കാർ കൂടി നമുക്ക് ഇങ്ങോട്ടാ വന്നത്. അവർക്ക് പോകാനൊക്കെ ഉണ്ട്. കാരണം അവിടെ മിലിറ്ററി ഏറ്റെടുത്തേക്കാണ്. മാന്താന് മിലിറ്ററി മൊത്തം ഏറ്റെടുത്തേക്കാണ്. എന്നിട്ട് അവിടെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാന്തണ്ടാകും ആദ്യം കളക്ടർ ഒന്ന് വന്ന് പറഞ്ഞ് നിർത്തിക്കളി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് ഒരു പട്ടാളക്കാരനെ പോയിക്കണായി. പട്ടാളക്കാരനെ പോയി. അപ്പോൾ പിന്നെ അത് കിട്ടൽ നിർബന്ധമായി ആ മിലിറ്ററി. അപ്പം മിലിറ്ററി വന്നങ്ങാണ്ട് ഓരോ ഏറ്റെടുത്തേക്കാണ്. ഇപ്പോൾ ഓരാണ് ഇപ്പോൾ അവിടെ മാന്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് ആൾക്കാരെ അതിലെ പറഞ്ഞേക്കാത്തത്. അവിടെ ഇല്ല പറമ്പ് ഇതേമാതിരി ഇതൊന്നുമില്ല. ഇതൊക്കെ ചാടിയറാണ്. ഞങ്ങളെ ചാടിയറാണ്. ഒഴിച്ചെന്നാണല്ലേ? ആ കവുങ്ങാണ് അവിടെ കുറച്ചിപ്പുറം ഉള്ളൂല്ലേ? ആച്ചൊക്കെ പോയില്ലേ? ഇത് ശരിക്കും വെള്ളം ഇതിനകത്തല്ലേ ഒഴിക്കാട്ട്? അത് അതിലെ പോയില്ലേ? അവിടെ മുക്കത്ത് കൊണ്ടില്ല. അല്ല തിരിഞ്ഞു പോട്. മുക്കത്ത് തിരിഞ്ഞു അവിടെ പോറ്റിങ്ങാണ്ട് അവിടെ തിരിഞ്ഞിട്ട് അതിലെ പോകുന്നില്ല. ആ റോഡാണത്. മറ്റേ പച്ചക്കൈക്ക് പോണ റോഡാണ്. ആ റോഡ് ഇടിഞ്ഞിറങ്ങിക്കാവാണ് പോയി. അല്ല ഇതിപ്പോ പോയാ പുതിയ ഉണ്ടായതാ അതോ കാറടം പോയാന്നൊക്കെ പോയാണ്. ഇത് രണ്ടും ഇവിടെ ജോയിന്റ് ചെയ്യണ്ടോ? ഇത് രണ്ടും കൂടി ഇവിടെ ജോയിന്റ് ചെയ്യാനാണ്. ഇത് ഇവിടെ ചിലരിങ്ങനെ വന്നിട്ട് ഇത് മറ്റേ പോകുന്നതുകൊണ്ട് ഇങ്ങനെ ജോയിന്റ് ചെയ്യാൻ പോക്കാണ്. എന്റെ പേരെ ഇവിടെ തന്നെ. ഞങ്ങളിപ്പോ പെര ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വരികയാണ്. ഞങ്ങള് മമ്പാട് ക്ലീൻ ചെയ്യാൻ പോയതാ. മമ്പാടാണ്. അല്ലല്ല ഞങ്ങൾ കരുവാരക്കുണ്ടല്ലോ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരിക. ഒരു വണ്ടി ഇറച്ചാളുണ്ട്. പാതാർ റോഡ് മേപ്പിട്ടിന്റെ റോഡല്ലേ? അവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? പാലുണ്ട്. ആ പാലം കയറി പോകണം. എത്ര കിലോമീറ്റർ ഉണ്ട് അത് അവർക്ക് അങ്ങോട്ട് പാതാർക്ക്? പാതാർക്ക് ഇവിടുന്ന് പോകുമ്പോൾ 4 കിലോമീറ്റർ ഉണ്ട്. ഇതിപ്പോ കാണുന്നവർക്ക് ഇവിടുന്ന് കുറെ ദൂരം ഉണ്ടോ? ഇതുപോലെ നീന്തലുള്ള വെച്ചല്ലേ? ഇപ്പൊ നമ്മള് അവിടെ വീടുകളൊക്കെ ചാരി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ആ വളവില്, അതൊക്കെ അത്ര വീതി ഉണ്ടായിരുന്നു അതിന്റെ താഴെ? ആ വീതി തന്നെ അത്ര തരുന്നില്ല, വീതി കൂടിയിട്ടൊന്നുമില്ല. അവിടെ വീതി കൂടിയിട്ടുണ്ട്. പക്ഷെ അവിടെ പിന്നെ സൈഡ് കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. മണ്ണൊക്കെ എത്തിങ്ങാണ്ട് ഇപ്പൊ പെരയൊക്കെ വിൽക്കാനായി നിൽക്കാണ്. പറ്റ പോയിക്കണോ കണ്ടല്ലോ ഇവിടെ ഒന്നും വെള്ളം കയറിയിട്ട് ഞാൻ ഇവിടെ കുട്ടിക്കാലത്ത് നമ്മൾ തെറ്റാണ്. ഇതിലൊന്നും വെള്ളം ഇതേമാതിരി ഇതിലൊന്നും ഇതുവരെ ഈ കാലം വരെ വന്നത്. ഈ ഉരുൾപൊട്ടൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നടന്നാണ്. ഈ അന്ന് ഈ പാലൊക്കെ പോയിരിക്കുന്നു. എന്നാലും ഇങ്ങോട്ടൊന്നും വെള്ളം കയറിയിട്ടില്ല. അതാണ്
അതിന്റെ കിട്ടും അവിടെ ആരും പോകാനൊക്കത്തല്ലേ ആ പോയ അപ്പൊ അല്ല ഇതിലെ പുഴ കാണാൻ കഴിയും 1.5 കിലോമീറ്റർ പോകാം. ഇതിലെ പുഴ കാണാൻ കഴിയും നീ പോയാൽ നടക്കാൻ പറ്റില്ല. നീ പോയാൽ നടന്നു 1.5 കിലോമീറ്റർ ഉള്ളൂ. നടന്നാ പോയി പക്ഷേ പോയാൽ നടക്കാൻ പറ്റില്ല നമുക്ക്. ഇവിടുന്ന് കണ്ട ചെറിയ പൊട്ടില്ലേ ആ അവിടെ ചെന്നാൽ ലോകം മുഴുവൻ പോകുന്നുണ്ട്. ഞാൻ പോകാൻ കഴിഞ്ഞില്ലേ. ഞാനിതേമാതിരി വണ്ടി വേണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോകണ്ടേ. നീന്തൽ അറിയണവർക്ക് ആദ്യം ഇതിലായിരുന്നു പുഴ ജാലിയർ തേനി അത് കാറയുടെ പോയത്. അത് ചെറിയ പോയത്. അപ്പൊ വീട് കൂടി ചാലിയാർ പോയത് വെള്ളം ജാലിയർ ഇവിടെ വറ്റി ജാലിയർ കൊടുക്കും. ഇവിടെ നാളെ കൂടി ഉണ്ടാവുള്ളൂ ഒഴിവുണ്ട്. പക്ഷെ ജാലിയർ ആ പൊട്ടാണ് പൊട്ട് 1 കിലോമീറ്റർ കയറി കണ്ടിട്ടാണ് കാണാൻ പോകില്ല. അതിന് വണ്ടി പോകുന്നില്ല. അതിന് വണ്ടി വിടുന്നില്ല. മിലിറ്ററി ഒരു മിനിറ്റ് ആരോ ഒരാള് ഒരു മിനിറ്റുകാരുണ്ടോ കുടുങ്ങി അവനെ കിട്ടാൻ പോലാണ്. അത് കിട്ടുപോയി ഓലെടുക്കുവേ ഓലെടുക്കും മിലിറ്ററി സംഭവം ഇല്ലല്ല അതൊക്കെ ഓല് നോക്കും അവന്റെ വീട് അവിടെ തന്നെ അത് ഓരൊറ്റക്കലല്ല മാത അത് അവരെടുക്കും പോലെ കിട്ടാൻ പോലെ മിലിറ്ററിന്റെ പവറാണ് ഇത് പൊഴിഞ്ഞാണ് ചെറിയ പോയാ ഇതാണ് ചാലിയാർ പുഴ ഇതാണ് ചാലിയാർ പുഴ എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് 2 കിലോമീറ്റർ അപ്പുറത്ത് തിരിഞ്ഞു വഴികാണെന്ന് പറഞ്ഞു. റോഡൊക്കെ പോയി. അവിടെ ഇതാണ് ചാലിയാർ എന്ന് പറഞ്ഞത്. ഇത് തിരിഞ്ഞൊഴുകിക്കാടെ ഇപ്പൊ ആ പുഴ അതാ അവിടെ അതിലൊഴുകണ ഇപ്പോൾ വേറെ ചെറിയൊരു പുഴയും അത് വലുതായി 2.5 കിലോമീറ്റർ അപ്പുറത്താണ് അതിൻ്റെ ദൂരം. പാലം പോയിട്ട് ഞങ്ങൾക്കൊക്കെ പോയിട്ടൊന്നും ഉണ്ടാവില്ല. പാലം പോയിട്ടില്ല. ആ പാലം പോയതുകൊണ്ട് അവിടെ നിന്നാണ്. പാലം പോയില്ല പോയി ഇവിടെ കംപ്ലീറ്റ് പിടിക്കും. ഇതിലാണ് പോകല്ലേ. പിന്നെ അടി അടഞ്ഞേക്കല്ലേ ഈ മരം വന്നിട്ടുണ്ട് അടഞ്ഞേക്കല്ലേ പാലത്തിന്റെ അതില് അടുത്ത് അമ്മായി വെള്ളം. ഇത് ഫോറസ്റ്റത്തെ മരല്ലേ? ഫോറസ്റ്റത്തെ മരങ്ങളാ ഇത് ഫോറസ്റ്റിന്റെ മരല്ലേ? ആ ഇവിടെ മൂന്ന് അതൊക്കെ 500 ഏക്കറായിട്ട് ഒന്നായിട്ട് പൊട്ടിങ്ങാട്ടാ പോകുന്നത്. 500 ഏക്കറ 500 ഏക്കറ വീടുകളില്ലാത്തോണ്ട് വീടുകളില്ല. ഒന്നായിട്ട് പോകുന്നത് നല്ല മരമാണ്. ആ മരമൊക്കെ പോന്ന പിന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ തേക്കൊക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് എത്താത്ത മരം എന്ന് പറഞ്ഞാല് 4 ആള് പിടിച്ചാൽ പൊടി പോകാത്ത മരം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എത്തി. 4 ആള് പിടിച്ചാൽ പൊടി അതിന് വലിയ മരങ്ങളൊക്കെ നമ്മുടെ ഞങ്ങളിവിടെ 10-60 ഈ കാലത്തോട് കഴിയുമ്പോൾ വെള്ളം കഴിയും. അതാണ് ആൾക്കാരോ ഒക്കെ 50 കുടുംബങ്ങളുണ്ട്. 60 കുടുംബങ്ങളുണ്ടാവും. മൊത്തത്തിൽ ആ വീട് കംപ്ലീറ്റ് പോയിട്ട് ഒന്നായിട്ട് മണ്ണ് വന്നിട്ട് കയറി നമുക്ക് ഇവിടുക്ക വരണേ കേട്ടോ ആ മിഷ്യൻ പാളേറ്റൊക്കെ. ഞങ്ങൾ മമ്പട പോയി. ഇവിടെ ആൾക്കാർ നമുക്ക് വെള്ളം ഇവിടെ ആൾക്കാർ പോയാൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.
നമ്മളിപ്പോ ടിവിയിൽ കണ്ട എവിടെ കിടക്കുന്ന വറകുണ്ട്. അതൊക്കെ അതൊക്കെ മരം മറ്റേ വെണ്ടേക്കാണ്. ആ ഫോറസ്റ്റ് കടയിൽ അല്ലല്ല ഇതൊക്കെ തേക്ക് അത് തേക്കൊന്നല്ല, വെണ്ടേക്കാണ്. അതും തേക്കല്ല, ആടുക്കോയാ അത് തേക്കല്ലാന്ന്. തേക്കുമ്പോൾ അങ്ങനെ വള്ളി കയറൂലേ, തേക്കുമ്പോൾ വെണ്ടേക്കുമ്പോൾ കയറൂല. ആദ്യം ആടാ പറഞ്ഞത് ഇതൊക്കെ ഉരുണ്ട് ഉരുണ്ട് വന്നിട്ടൊക്കെ പാറ പോയി. വെള്ളത്തിൽ ജമ്പേ. മരം താഴത്ത് കിടക്കണം. അങ്ങോട്ട് പോകാൻ പറ്റും. പോവുകയൊക്കെ ചെയ്യാം. ഈ പാലാണ് ഒലിച്ചു വയ്ക്കുന്നത് കേട്ടോ. മരം വന്നടിച്ചിട്ടേ വെള്ളം നിന്നിട്ട് വലിച്ചു പോയതാന്ന് പറഞ്ഞത് കേട്ടോ. മണൽ വന്ന് കൂടിയതാണ് ഇതൊക്കെ. വെട്ടി മാറ്റണം ഓരോ ആളുകൾ. വീടിൻ്റെ പകുതിയിലേറെ മണ്ണിലാട്ടോ. ഇത് സേവാഭാരതിൻ്റെ ആൾക്കാരാണ്. വീടുകളൊക്കെ മണ്ണ് വന്ന് നിറഞ്ഞു. പകുതിയിലേറെ മണ്ണാണ് നടക്കുന്നത്. തിരിച്ചായില്ല. എവിടെ ശരി. ഒരു വലിയ പോസ്റ്റ് വരെ വിളിച്ചു വന്നു കേട്ടോ. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ്. കേട്ടോ ഓരോരോ വീടുകൾ കണ്ടു കേട്ടോ. ഓരോ പേരാളെ തുതിയാതെ മണ്ണ് വന്ന് അടിച്ചതാട്ടോ അതൊക്കെ. തെളിവ് വരണം. ഇതിനകത്ത് ഞാൻ കിട്ടുന്നത് ചില പറഞ്ഞ ഇത് മുണ്ടേരിയാണ്. ആ ഉരുൾപൊട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം. കിട്ടിയില്ലേ?
ഇട്ടിട്ടില്ലേ നിലമ്പൂരല്ല എന്താ ഇവർക്ക് ഉരുൾപൊട്ടിയില്ലേ അതിൻ്റെ ഒരു ഭാഗം പാതാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുണ്ടേരി പാതാറ് അങ്ങോട്ട് മേലെ കയറി പോകണം ആ പറച്ചിൽ വേറെ സ്ഥലമല്ല ഇതാണ് ഒരു വീട് ഒരു വീടിൻ്റെ പകുതിയിലേറെ പോയിട്ടുണ്ട് ഓട്ടോറിക്ഷ ഒക്കെ പോകുന്ന ഓട്ടോറിക്ഷ ഒക്കെ പോകുന്നു ഈ വീടിന്റെ അടിത്തറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്താ അമ്പുട്ടാംപൊട്ടി കേട്ടോ അമ്പുട്ടാംപൊട്ടി മൂന്ന് പേരെ ക്ലീനാക്കി പിന്നെ ആൾക്കാർ കൂടിയപ്പോൾ ഒരു വണ്ടി വർഷമുണ്ട് ഒരു പിക്കപ്പ് ഒരു കൊട്ടവണ്ടി കുറച്ച് ആൾക്കാരുണ്ട് ബൈക്കിൻ്റെ കേരള സ്റ്റേറ്റ് എല്ലാവരും നിർത്തി പോയപ്പോൾ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി പോകുന്നു എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ആ മരം നിൽക്കുന്നത് പിന്നെ കൊണ്ടാ അതൊന്ന് കാണിച്ചു വിട്ടാ ലൈവ ഇതല്ല ഇത് അതൊന്നും പ്രശ്നമല്ല നിങ്ങളിവിടെ ഇതൊക്കെ വന്ന ആൾക്കാരല്ലേ ഞങ്ങളിപ്പോ അവിടെ വീടുകളെ ക്ലീൻ ചെയ്ത് വരികയാണ് അത് കരുവാറുണ്ട് നിങ്ങളവിടെ ക്ലീനാക്കി ഒരു വണ്ടി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ബൈക്കിന് ഞങ്ങൾ ബൈക്കിന് ആയതുകൊണ്ട് കറങ്ങി പോകുമ്പോൾ ഇറങ്ങി പോകുന്നു ഇതൊക്കെ കഷ്ടപ്പാട് അതെവിടെയാണ് അതവിടെ അല്ലേ പിന്നെ അതാളെ വിടണ്ടേ മിലിറ്ററി ആയിട്ട് എടുത്തേക്കണേ അത് രസമില്ലേ അവിടെ അടുപ്പിക്കൂല ഓലി അത് കിട്ടാതെ പോരില്ല ഇതൊക്കെ ഇതൊക്കെ സാധാരണ ആളുകളൊക്കെ ആ ഭാഗത്ത് കൂടെയാണേ ഞങ്ങളടുത്ത് മറ്റേ മെഷീൻ പാളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി അതിന് നാളെ നോക്കട്ടെ പക്ഷേ നോക്കുക നാളെ എല്ലാവരും സംസാരിച്ചിട്ടേ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിക്കണേ ഞങ്ങൾക്ക് ഉപകാരം ഇതൊക്കെ മുറിച്ച് മാറ്റിയേനു പിന്നെ എടാ ആ മെഷീൻ വാളോട് ഇങ്ങോട്ട് വന്നാൽ മതിയേനു കേട്ടോ ഇവിടേക്കല്ലേ ആളുകൾ വേണ്ടേ ഇവിടെ നാളെയൊക്കെ ഒന്ന് നോക്കാൻ പറ്റും നാളെ ഒരു സംസാരിച്ചിട്ടേ ഇതൊക്കെ ഒലിച്ചു വന്നതാട്ടോ ഇത് ഇവിടുന്ന് താഴെ വീണതല്ല മരങ്ങൾ കംപ്ലീറ്റ് ഒലിച്ചു വന്നതാണ് എടാ ആ മെഷീൻ വാളായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയേനു മെഷീൻ വാളോണ്ട് ഇങ്ങോട്ട് വന്നാൽ മതിയേനു ഇന്നാലും കഴിഞ്ഞത്ര കഴിഞ്ഞു നാളെ നോക്കാം നമുക്ക് നാളെ പറ്റുന്നുണ്ടെങ്കിലേ പഠിപ്പിക്കാം
ഉപയോഗിക്കാൻ പറ്റില്ല, വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല. ഏറ്റവും പറ്റിയില്ലെന്നല്ല നമുക്ക് നോക്കാം. അതെ ചെയ്ത് കൊടുക്കാൻ പറ്റി ചെയ്ത് കൊടുക്കാന്നല്ലേ. ഇന്നിപ്പോൾ ആ പോയത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കും, എനിക്ക് സംസാരിക്കാൻ എല്ലാം സംസാരിക്കണ്ട. ആ ജഗ പോകേണ്ട ഓടുന്നു. ഇവിടെ റോഡ് കോൺക്രീറ്റ് മേഖല അതാണ് ഇതേ. ആ ആ ഇങ്ങോട്ടൊക്കെ മുൻഭാഗം കേട്ടല്ലേ വീടിൻ്റെ ഒക്കെ. ഇതിനെങ്ങനെ റോഡ് ആ റോഡിൽ ഇങ്ങോട്ട് വരുന്നത് ആ ഇത് ഇങ്ങോട്ടൊക്കെ മുൻഭാഗത്ത് വീടിൻ്റെ ഒക്കെ ഇങ്ങോട്ടാണ്. നമുക്ക് പിന്നെ അവിടെ നിന്നല്ലേ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. എന്നും ഉണ്ടാവില്ല എനിക്ക് ചാർജ്. അതിന് ടൈമായി. ദൈവമാണ്. ഇതിൽ 82 ഉണ്ട്. കമ്പിയാണ് കിടക്കുന്നത് കേട്ടോ. ആളുകൾ ഓരോരോ സ്ഥലത്തു നിന്ന് വന്ന് സഹകരിച്ചു കൊടുക്കുകയാണ് അവിടെ. ഇതാണ് മക്കളെ ദുരന്തം. ഇതൊന്നും ഇവിടെ എല്ലാം മരമല്ല കേട്ടോ, അതൊക്കെ ഒലിച്ചു വന്ന മരങ്ങളാണ്. വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളടിക്കുകയാണ്. സംഭവം ഇങ്ങോട്ടാണ് ആള് വരണ്ടി. അവിടെ എത്രമാനം ആൾക്കാരാണ്. ഓ ഇതൊക്കെ ആ മിഷീൻ പാള് വരണ്ടേ നമ്മൾ. അവിടെ ഏകദേശം കഴിഞ്ഞിക്കണേ. ഇനി പുറത്തുള്ളതുള്ളൂ. ഇനി പുറം ഭാഗത്തില്ലേ ഉള്ളൂ. അതൊക്കെ അവരെടുത്തോളൂ. നമ്മള് ഉൾഭാഗം ആ ഞാനാക്കാതെ അവിടെ കണ്ടില്ലേ. നമ്മള് ആ ഇവിടേക്ക് പോയി ഇതാ മിഷീൻ പാളോട്ടൊക്കെ വരും. അതോട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ഏറ്റവും ബെറ്റർ. അത് കാണുന്ന ആൾക്കാർ വന്നോളൂ. സൈഡല്ലേ അവിടെയൊക്കെ പെട്ടെന്ന് ആൾക്കാർ വരികയാണേ. ഇത് ഇവരൊന്നും ഇതിന്ന് ആൾക്കാർ അറിയണില്ലല്ലോ. അങ്ങനെ സംഭവം. ഇതൊക്കെ മണ്ണ് വന്ന് അറിഞ്ഞ കേട്ടോ അവിടെ. ആ 2-3 പേരൊക്കെ ഒന്നും പറ്റൂല. അതിലൊന്നും താമസിക്കണം. ക്ലീൻ ആക്കണം. എന്നാലും ഓരോ സമാധാനം. എത്ര വെള്ളമുണ്ട് വീടിന്റെ പകുതിക്ക് വെള്ളം മണ്ണൊക്കെയാണ്. നമ്മളാള് ക്ഷീണിച്ചിരിക്കട്ടോ. ഞാൻ കുറെ നേരം ഞങ്ങൾ മമ്പാട് കൂടിയാണ് ഇവിടെ വന്ന്. ഞങ്ങൾ 3 ആൾ അവിടെ ആയിരം സംഭവം തരോ ഫുള്ള് മമ്പാട് കൂടിയാണ് ആൾക്കാര്. ഇവിടെ ആളില്ലട്ടോ. അവിടെ കംപ്ലീറ്റ് ഫുള്ള് ആ ഭാഗത്തേക്കാണ്. ഇവിടൊക്കെയാണ് വരണ്ട് കേട്ടോ. നമ്മൾക്ക് ആ മിഷീൻ വാള് വരണ്ടേനെ. ഇവിടൊക്കെ മരം എത്രങ്ങാനും കണ്ടോ. നമുക്ക് ഉപയോഗിക്കണ അതിൽ കണ്ടാ വന്നിട്ട് ലൈവാണ്. ഞങ്ങളുടെ 14 ആൾക്കാരുണ്ടേനെ. ഓരോ റൂമിന്റെയും ഞങ്ങൾ 54 ആൾക്കാർ. പിന്നെ ഇവിടെ വേറെ അവിടെ മറ്റേ സേവാഭാരതിന്നൊക്കെ പറഞ്ഞു. ഇതാൾ കാണാത്തേനെ. ഇവിടേക്ക് ആരും വരുന്നില്ലേ. ഒക്കെ ഇവിടുക്കാണ്. അല്ല മമ്പട ഭാഗത്ത് കൂടി ഇഷ്ടം പോലെ
ആരെങ്കിലും കണ്ടുകാണ്ട് വന്നോട്ടെ. അത്രേ നമ്മൾ ഉദ്ദേശിക്കുള്ളൂ. ആ വരുവേ. ഇതൊക്കെ നമ്മളെ ചുള്ളിയോടുള്ള ആളുകളാട്ടോ. പുല്ലട്ട ചുള്ളിയോടുള്ള ആളുകളാണ്. ഇങ്ങോട്ട് പോരട്ടെ. ആളുകൾ ഇങ്ങോട്ടാണ് വരേണ്ടതെന്ന് അവരൊക്കെ പറയുന്നത്. ഇവിടെ ആരുമില്ല. ഇവിടെ കുറച്ച് ആൾക്കാരുള്ളൂ വരുന്നത്. കവളപ്പാറയാണ് സ്ഥലം. അമ്പുട്ടാമ്പുട്ടി. അമ്പുട്ടാമ്പുട്ടിയാണ്. അമ്പുട്ടാമ്പുട്ടി. ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ്. ചേട്ടാ മണ്ണാണ് മാറ്റുന്നത് കേട്ടോ. ഇങ്ങോട്ട് വരിക എല്ലാവരും. ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ടാണ് വന്നോളി. ഓരോ വീടിൻ്റെ പകുതിയിലാണ് മണ്ണിലാണ് കേട്ടോ. ജനലിൻ്റെ ഒപ്പം മണ്ണാണ് കിടക്കുന്നത്. ആരും ഇങ്ങോട്ട് എത്തിപ്പെട്ടില്ല. ഇവിടെ അപൂർവം ആൾക്കാരുള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് കണ്ടതാണ്. ഇവിടെ കണ്ട ഒരു വീടാണ് ഇത് കിടക്കുന്നത്. പകുതിയിലേറെ മണ്ണിലാണ്. ഇവിടെയാണ് ആളുകൾ വരേണ്ടതെന്ന് പറഞ്ഞത്. ഇതൊക്കെ മരങ്ങൾ ഒലിച്ച് വന്നതാണ് ഇവിടെ. കേട്ടോ ഒരു വീട്ടിൻ്റെ ഉള്ളിലെ സാധനങ്ങളാണ്. കേട്ടോ ഇത് പകുതിയിലേറെ വെള്ളത്തിലാണ് മണ്ണിലാണ് കിടക്കുന്നത്. വെള്ളമല്ല മണ്ണ്. ഇവിടേക്ക് ആരും വരുന്നില്ല. മറ്റേ കേട്ടോ ഫുള്ള് മണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആളുകൾ തന്നെയാണ്. ഒരു വീടിൻ്റെ സൈഡാണ് ഇതൊക്കെ. ആളുകൾ വരുന്ന പോലൊക്കെ ഇങ്ങോട്ട് വരും. ഇതാണ് ഞങ്ങൾ മണ്ണാണ് ഇവിടെ നിറഞ്ഞിരിക്കുക. മമ്പാടൊന്നും പ്രശ്നമല്ല. അവിടെയൊക്കെ ആൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മണ്ണ് ഇത്ര തടിയിൽ നിൽക്കുകയാണ് കേട്ടോ. ഒരു തറൻ്റെ മേലാണ് ഈ വീട്ടിൽ മണ്ണ്. അവിടേക്ക് പോയതിനേക്കാൾ നല്ല ഇങ്ങോട്ട് വരും കേട്ടോ. അവിടേക്കാ ഞാൻ കണ്ട് അതിനാ പറഞ്ഞേ. അവിടെ പോയിരുന്ന നല്ലത് ഇവിടേക്ക് വരികയാണ് നല്ലത്. കാരണം ഇവിടെ ഒന്നും ഒരു മനസ്സില്ല. നമുക്ക് നോക്കാം. നാളേക്കൊക്കെ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. കാരണം മിഷീമാളും കംപ്ലീറ്റ് സാധനം ഉണ്ടേ വണ്ടിയിലേ. അതാ വിശ്വസിച്ച് താമസിക്കാൻ പറ്റില്ല. ലോണോ ശരിക്കും ഇവിടെയൊക്കെ ഇൻഷുറൻസ് ചെയ്യും. തറക്കാൻ നീക്കി ഇങ്ങനെ പോകണ്ടേ. റോഡങ്ങനെ സ്ലാബേ അത് കണ്ടത്. കാരണം ഫ്രണ്ട് കംപ്ലീറ്റ് ഇങ്ങോട്ട് ആളതിൻ്റെ. നമ്മളെ വണ്ടിയിട്ട് വന്നിവിടെ നമ്മളെ വണ്ടിയിട്ട് വന്നിവിടെ പോരെ. ആ വാ വാ പോവേ.
നിങ്ങളെ വീടാ ശരിയാവും. അങ്ങനെ സംഭവിച്ചത് അതിലായതുകൊണ്ട് ഭാഗ്യാണ്. നിങ്ങൾ വീട്ടിലുണ്ടായിരിക്കത് സംഭവിക്കുന്ന പോലെ കയ്യിൽ വെള്ളം വന്നിട്ട് എപ്പോഴും നിങ്ങളെങ്ങോട്ട് പോയതപ്പോ വെള്ളം കണ്ടിട്ട് പോയതാ കണ്ടിട്ട് കൂക്കാ? ആ ആ ചെറിയ കുട്ടികളുണ്ടായിരുന്നോ? അല്ല എന്നാലും ഇവിടെ ആർക്കും സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ. രാത്രിയൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച രാത്രി കഴിഞ്ഞില്ലേ? ഏത് ഉച്ചക്കല്ലേ 2 മണിക്ക്? ആ ഉച്ചയുടെ ടൈമിലല്ലേ? ആ ഉച്ച ആ മേപ്പാടിയാ പൊട്ടിയത്. രാത്രിക്ക് ഏത് പരിചയ സ്ഥലമാണെങ്കിലും കണ്ണാണ് വെയിലും മണ്ടുക. ഇതിപ്പോ കാണുന്ന പോലെ ഒന്നല്ല. ഇതെന്താ വെച്ചാല് രാത്രി മണ്ടിനത് പോട്ടെ, രാത്രി എന്തായാലും അറിയാൻ കടന്നുറങ്ങല്ലേ. ഇനി അറിഞ്ഞാലും ശരി എത്ര പരിചയ സ്ഥലമാണ് കണ്ണാണ് എങ്ങനെ മണ്ടുക. ഒരാളുകൾ ഇത് നന്നാക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല അതിനുള്ളൂ. ഒരുപാട് 10,000-കണക്കിന് ആളുകള് അത് നന്നായിട്ടാണ് പോരാന്. ഒരാഴ്ചക്ക് താമസിക്കണ്ട, പുതിർന്നല്ലേ നിൽക്കാൻ പറ്റില്ല. കട്ടയൊക്കെ ഇതായിട്ടുണ്ട്. അതൊക്കെ ഇവിടുന്ന് പോകുന്നില്ല, ഇത് മൊത്തം പോകുന്നില്ല. എന്തൊക്കെ അവസ്ഥ? ഞങ്ങൾ ബൈക്കുണ്ട്, ഇവിടേക്കില്ല, താഴത്തേക്ക്. പക്ഷെ ഇതിപ്പോ അവിടുന്ന് ആയതുകൊണ്ടാണ് മേപ്പാടിന്ന് പൊട്ടിയതാത്ത ഈ പോകുന്നത്. വയനാടിന് അതല്ലേ ചുരത്തിന്റെ താഴത്തേക്ക് വരില്ലേ. ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റിൽ അത് കഴിഞ്ഞാലേ. അവിടെ 2 വീടുകളും 42 വീട് 43 വീട്. അല്ല അവിടെ ഇതായി കിടക്കുന്ന അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോകാൻ ഇവിടത്തേക്ക് പോകാൻ പറ്റില്ല. അത് നടന്നു കാണാൻ പോകണമെങ്കിൽ പോകാൻ പറ്റും. നമുക്ക് അതിന് മേലക്കല്ലേ കാണാൻ പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നടന്നു പോവാം, വണ്ടി വിടും. അപ്പൊ ഇവിടെ വഴിയില് കവലപ്പാറ എവിടെ കിടക്കുന്നത്? കളപ്പാറ ഇതിന്റെ അപ്പുറം. ഇത് മേപ്പാടിത്തെ വയനാട്. ഇത് ചൊരല്ലേ. ഇവിടെ കഴിഞ്ഞില്ലേ. പിന്നെ ഇത് കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞ കുറച്ച് പോയ ഫോറസ്റ്റ്. അത് അവിടെ അതിനോട് കയറി. അപ്പൊ ഈ പോകുന്ന അവിടുത്തെ അവസ്ഥ ആലോചിക്കണേ. അപ്പൊ വയനാട്ടിലത്തെ അതാണ്. പക്ഷെ അവിടെക്കാളും ഭീകരതയാണ് ഇവിടെ. ഇവിടെ വെച്ചാല് ഈ ഭാഗത്തേക്ക് ആരും എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പൊ അവിടെ നമ്മൾ ചെന്നപ്പോ എത്ര ആളുകളാണ് ഇവിടെ. ആ ഒരു മറ്റേ ബാഗ് ഇട്ട ചങ്ങായില്ലേ, ഇതിന്റെ ഓടിച്ച പറഞ്ഞിട്ട് ആ ചങ്ങായി പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ഈ ആൾക്കാരെന്നെ അറിഞ്ഞതും. പറഞ്ഞോണ്ടല്ല, മൊബൈലില് SMS വിട്ടുകൊണ്ടാണ് അറിഞ്ഞിക്കണത്. ഇല്ലെങ്കിൽ ഇവിടെ ഒരു മനസ്സിലാറിയോ ഇല്ല. ഇതിപ്പോ നമ്മൾ ഇവിടത്തെ വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 3000 ആൾക്കാരെ പുറത്തല്ലാതല്ല 1500 ചില്ലാന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു. ബാക്കിയിലൊക്കെ ബിസ്ക്കറ്റും ചായയും അതും ഇതും കൊടുത്തുകൊണ്ട് ഒപ്പിച്ചിരിക്കണം. ചോറ് എത്തിച്ചിട്ട് എത്തുന്നില്ല. അതൊക്കെ അവിടെ ഉണ്ടാക്കണ്ടേ നമ്മൾ പോന്നപ്പോ ഉണ്ട്, എത്തിച്ചിട്ടില്ല. കാരണം ഇപ്പൊ ഒറ്റയടിക്ക് ഇത് കൊടുക്കാന് മമ്പാട് ആ ഭാഗത്തു കൂടി മിക്കവാറും പേരാളൊക്കെ ക്ലീൻ ആയി. അവിടെയാണ് ആളുകൾ ചെല്ലണത്. കാരണം അത് മെയിൻ റോഡല്ലേ. അപ്പൊ അവര് അവിടേക്ക് എത്തിപ്പെട്ടുള്ളൂ. പക്ഷെ ഇവിടേക്കൊന്നും എത്തിപ്പെടുന്നില്ല. ഇതൊക്കെ വരും. ഇത് നാളേക്കൊക്കെ വളരെ ഇഷ്ടം പോലെ. ഞങ്ങൾക്ക് ഇത് മുറിക്കാല സാധനങ്ങളൊക്കെ റെഡി ആണേ വണ്ടിയില്. പക്ഷെ അതാണ് സങ്കടമായി. ഞങ്ങള് കേരളം. ഇവിടെ 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 അവിടെ ഒരു പാലുണ്ടല്ലോ, അത് പോയിക്കൊള്ളു. ആ പാലം തങ്ങിക്കുമ്പോ തന്നെ വെള്ളം പെട്ടെന്ന് ഒഴുകി പോവില്ലേ. അങ്ങോട്ട് അതിനെ വിടണില്ലേ. ഭയങ്കര കാരണം 40 വീട് മേലെ കിടക്കാണ്. രണ്ട് കട്ടിലും 2 ഇതും കിട്ടി. ബാക്കിലെ കംപ്ലീറ്റ് പോയില്ലേ. എത്ര സ്ഥലമാണല്ലേ. ഈ റബ്ബറൊക്കെ ഇതിന് നിന്നേനെ.
റബ്ബർ നിന്നിരുന്ന സ്ഥലമാണിത്. ഇവിടെ ചെറിയൊരു പൊട്ട്, ഇവിടെ ചെറുതൊന്ന്. പൂവല്ലേ? ഈ മരങ്ങളൊന്നും അതിന് അപ്പുറമേക്ക് ഓരോ വണ്ടിക്കും കോൾ വരുന്നത് ഒരു ചെറുത് നായി ആകാൻ എന്താ പൊടൂലേക്കാരം വളർത്തണേ. എന്തേ എന്താ വേണ്ട എനിക്ക് ചോദിച്ചു കിടക്കാം. കട്ടില് വലിച്ചത് ഇതൊക്കെ ഉണ്ട്. ഇതൊരു വീടാട്ടോ. എന്തോ വേറെ വീട്, അപ്പൊ ആർക്കാ വീടല്ല. പിന്നെ താമസമല്ലേ അതിൻ്റെ കട്ടിൽ വലിച്ചു വന്നാട്ടത്. കേട്ടോ ഇതൊരു ദുരന്ത ഭൂമിയാണ്. അമ്പുട്ടാൻ പൊട്ടിയെടുത്ത ഒരു ബൈക്ക്. അത് അവിടെ നിർത്തി വെച്ചേക്കരം. എന്താ പറയുക, എന്ത് മരാണെന്നൊക്കെ നീ പേര് എഴുതിയാണ്ട് പിന്നെ അതിനെ അപ്പോൾ നേരത്തെ കാണിച്ചെടുത്തത്. ഇങ്ങോട്ടാണ് വരേണ്ടത് ആൾക്കാർ നന്നാക്കാൻ. ഇതൊന്നും ഇനി നേരാക്കിയൊരു കാര്യം. ഒരു സമാധാനത്തിന് ഇതെന്താ ഈ ബൈക്കൊക്കെ മണ്ണിൽ കിട്ടിയ പോയോ ആ പൂട്ടി പോയിട്ടുണ്ടാവും, അതാണ് പ്രശ്നം.
ഏ കോഴി 12 കോഴി അത്ര. ഏ ഇത് ഫേസ്ബുക്ക് അല്ലേ ഇവിടെ വരുന്ന ആളുകൾ വന്നോട്ടെ, നമുക്കിപ്പോ എന്താ. ആ ദാ അതൊക്കെ പോയിട്ടുണ്ടേ, ഒക്കെ പോയിട്ടുണ്ടേ, ഒക്കെ വെള്ളം കയറിയിട്ടാ. വീട് മൊത്തം വെള്ളത്തിലല്ലേ. വീട്ടിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്ത് കിടക്കണം കേട്ടോ. വെള്ളമൊക്കെ എന്താ വെള്ളമൊന്നും തന്നെ. ആ ഇത് കട്ടില്ലല്ലേ, അതെ അലമാരല്ലേ. റോഡാണ്. ആ വീട്ടേക്കുള്ള റോഡാണിത്. റോഡൊക്കെ പോളായിരിക്കുന്നത്. ഇങ്ങോട്ടാണ് കയറേണ്ടത്. ശരി. പ്രശ്നം പക്ഷെ ഇന്ന് 2 ദിവസം ഒരാഴ്ചയൊക്കെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഉണങ്ങണം. കുറ്റികളെ കളിച്ച് കാണണം. അത് കംപ്ലീറ്റ് കണ്ണിറങ്ങിക്കല്ല. ആ ഒരു ഭാഗം വരെ ഫുള്ള് നിറഞ്ഞു. ജനലൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് ഇടിഞ്ഞതാ. അത് മണ്ണ് കട്ടയുടെ. ഏതായാലും വന്നു ഇന്നൊക്കെ അത് പിടിച്ച ജീവനായിട്ടല്ലോ. അത് ടവറിന്റെ ജനറേറ്ററാണല്ലേ. ആക്കെ പിടിക്കും, മൂത്രങ്ങളൊക്കെ പിടിക്കും. ഈ ടവറൊന്നും പോയിട്ടില്ലേ. സമ്മതിച്ചേ. മതി മതി, നിർത്തി പരിപാടി. എവിടേക്ക് വാടാക്കി ഈടാറങ്ങോണ്ട്. അവിടക്ക് ഒരു മണിയായി അവനെ പോയിരിക്കുന്നു. 1 മണിയായിക്കണേ. എൻ്റെ കാല കൊത്തിനാണ്. നമ്മൾ മടങ്ങല്ലേ പിന്നല്ലാതെ. 5 മണി എൻ്റെ ഫ്രണ്ട് ക്യാമറ മേടിച്ച ബാറ്ററി ലോ ആയി. അനീസ് പോത്തിനെ എടുത്താലോ.
ദുരന്തം ദുരന്തം നാളെ ഷവറിന് പോയില്ല കേട്ടോ അങ്ങനെ വലിയ ഇതിലേക്ക് കോൺക്രീറ്റ് ഇട്ട് നിൽക്കണതാണല്ലോ അപ്പോൾ ഇതൊന്ന് കട്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വല്ല കഴിച്ചാൽ അനീസ പോയോൻ അവിടുന്ന് അനീസ് ഇജെൻ്റെ കഴിഞ്ഞില്ലേ റീസും അടിച്ചാൽ മതി. അത് സാറല്ല ഓല് പറഞ്ഞോട്ടെ. ഓക്കെ ശരി നിർത്തുകയാണ്.